കാർഷിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് ഭാരതം. കൃഷി നമ്മുടെ ചരിത്രത്തിന്റെയും അതിജീവനത്തിന്റെയും ഭാഗമാണ്. കൃഷിയുടെ മഹത്വം പുതുതലമുറയ്ക്ക് പകർത്തി നൽകുകയാണ് കാർഷിക ബിരുദ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. കാർഷിക വിദ്യാർത്ഥികളുടെ അധ്യയന കാലയളവിലെ ഏറ്റവും പ്രധാന ഏടായ ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടി അഥവാ റാവയുടെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമവാസ പരിപാടി. അഖിലേന്ത്യാ തലത്തിൽ തന്നെ എല്ലാ കാർഷിക സർവകലാശാലകളിലും നടപ്പിലാക്കി വരുന്ന പരിശീലന പരിപാടികൾക്കും രീതികൾക്കും അനുസൃതമായാണ് കേരളത്തിലും റാവെ പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. കേരള കാർഷിക സർവകലാശാല വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ ഗ്രാമവാസ പരിപാടിക്കായി തെരഞ്ഞെടുത്തത് തീരദേശ ഗ്രാമമായ ചേർത്തലയിലെ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനായിരുന്നു. കാർഷിക മേഖലയ്ക്ക് യോജിച്ച പരിസ്ഥിതിയും പ്രകൃതി സന്തുലിതാവസ്ഥയുള്ള ഒരു പ്രദേശമല്ല. കാരണം 4 വാർഡുകൾ കടൽത്തീരവും 3 വാർഡുകൾ വെള്ളക്കെട്ടുകൾ നിറഞ്ഞ പൊഴിച്ചാലും കൈത്തോടുകൾ നിറഞ്ഞ പ്രദേശമാണ്. അവിടെ എന്നും ഈ സമയം പുറം വറ്റിവരേണ്ട നേരത്ത് പോലും നിറയെ ഉപ്പുള്ള പ്രദേശമാണ്, വെള്ളക്കെട്ടുമാണ്. എങ്കിൽ പോലും ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ 14 വാർഡുകളുള്ള ഈ ഗ്രാമപഞ്ചായത്തിൽ 2000-ഓളം വരുന്ന തൊഴിലാളികളെ കൊണ്ട് ഞങ്ങൾ വളരെയേറെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള കാർഷിക മേഖലയിൽ വർക്ക് ചെയ്തു. എല്ലാത്തരം കൃഷികളും, പച്ചക്കറികൾ, നെല്ല്, അതുപോലെ തന്നെ പൂക്കൾ, അതുപോലെ വാഴക്കൃഷി എന്നുവേണ്ട സമഗ്രമായ പച്ചക്കറി കൃഷി തന്നെ ഇവിടെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാമത്തിൽ അവരെത്തിച്ചേരുന്നത്. ഈ സഹവാസ ക്യാമ്പ് കൊണ്ട് നമുക്ക് വളരെയേറെ നേട്ടങ്ങൾ പഞ്ചായത്തിനുണ്ടായിട്ടുണ്ട്. കാരണം കർഷകരുടെ ഒരു കൂട്ടായ്മയും അവർക്ക് വേണ്ട അറിവുകളും പാരമ്പര്യ കൃഷിയിൽ നിന്നും ഹൈടെക് കൃഷിയിലേക്ക് മാറാനും സഹവാസ ക്യാമ്പ് കൊണ്ട് നമുക്ക് ഒട്ടനവധി നേട്ടങ്ങളുണ്ടാകും. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി അറിവുകൾ നമുക്ക് കൈവന്നു. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഈ ഗ്രാമത്തിൻ്റെ 14 വാർഡുകളിലും പോയി മണ്ണ് പരിശോധന അതുപോലുള്ള മറ്റു കാര്യങ്ങളും നടത്തി കൃഷിക്ക് വേണ്ട ഉപദേശങ്ങളും ഞങ്ങളുടെ പാരമ്പര്യ കൃഷിയെക്കുറിച്ച് അവർക്ക് പഠിക്കുവാനും വളരെയേറെ നമുക്ക് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഈ കൃഷിയെക്കുറിച്ച് അവരിൽ നിന്ന് കുറേ അറിവ് കിട്ടിയിട്ടുണ്ട്. വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ ചേർത്തല പ്രദേശത്തെ കൃഷി അനുബന്ധ മേഖലകളെ നേരിട്ടു മനസ്സിലാക്കുന്നതിനോടൊപ്പം പഞ്ചായത്തിന്റെ കാർഷിക വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമവാസ പരിപാടിക്ക് തുടക്കമിട്ടത്. മാറ്റൊലി 2013 ഭാഗമായി വിവിധതരം കാർഷിക സെമിനാറുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. നെൽകൃഷിയും ഭക്ഷ്യസുരക്ഷയും, കന്നുകാലികളുടെ പരിചരണം, കൃഷിയും കാലാവസ്ഥാ വ്യതിയാനവും, മത്സ്യകൃഷി എന്നീ വിഷയങ്ങളായിരുന്നു പ്രധാനമായി സെമിനാറുകൾ നടത്തിവന്നത്. പ്രമുഖരായ ശാസ്ത്രജ്ഞർ, അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തിലെ പ്രമുഖർ, കർഷകർ, കൃഷിക്കാർ തുടങ്ങി വിദ്യാർത്ഥികൾ എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തു. കർഷകർക്ക് ഏറെ പ്രാധാന്യം നൽകുന്നതും എന്നാൽ അവർക്ക് ഏറെ ആവശ്യകതയുമായ വിവിധ തരം ചർച്ചകൾ നടക്കുകയുണ്ടായി. കൂടാതെ ഹരിതോത്സവം എന്ന പ്രദർശന മേളയുടെ ഭാഗമായി ഇട്ടി അച്യുതൻ്റെ നാട്ടിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചയും കൂടാതെ തന്നെ ജൈവ കൃഷി ഈ നൂറ്റാണ്ടിൻ്റെ ആവശ്യകത എന്ന ചർച്ചയും നടക്കുകയുണ്ടായി. കർഷകർക്ക് ഏറെ പ്രാധാന്യം നൽകുന്നതും ആവശ്യകരമായ ചർച്ചകളായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. കൃഷി നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നിരിക്കെ നാടിന്റെ സുസ്ഥിര വളർച്ചയ്ക്ക് കാർഷിക മേഖലയുടെ വികസനം ആവശ്യമാണ്. ഇതിനായി ഈ ഗ്രാമത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള ഒരു വിപ്ലവാത്മക ചുവടുവയ്പായിരുന്നു ഹരിത വികസനം ഗ്രാമങ്ങളിലൂടെ എന്ന ആപ്തവാക്യവുമായി ആരംഭിച്ച നവദിന ഗ്രാമവാസ പരിപാടി മാറ്റൊലി 13. മാറ്റൊലി 2013 ഗ്രാമവാസ പരിപാടി കാർഷിക കോളേജ് വെള്ളായണിയിൽ നിന്നുള്ള റാവെ പ്രോഗ്രാമിൻ്റെ പദ്ധതിയായിരുന്നു. കഴിഞ്ഞ 8 ദിവസമായിട്ട് ഇവിടെ കാർഷിക സർവകലാശാലയിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ റാവെ പ്രോഗ്രാമായിരുന്നു. റാവെ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷകരുടെ ഇടയിൽ മാസങ്ങളോളം പ്രവർത്തിക്കാനും പഠിക്കാനും ഉള്ള അവസരമാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. ഏകദേശം 16 മോഡ്യൂൾസാണ് ഉള്ളത്. ആ 16 മോഡ്യൂൾസിൻ്റെ ലാസ്റ്റ് മോഡ്യൂളാണ് ഗ്രാമവാസ പരിപാടി. കർഷകർക്ക് പ്രയോജനപരമായിട്ടുള്ള ധാരാളം പദ്ധതിയിലൂടെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും സെമിനാറും ക്ലാസ്സുകളും മത്സരങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ കർഷകരുടെയും മണ്ണ് എടുത്ത് പരിശോധിക്കുകയും അതിനു വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് എന്നെന്നും കൂട്ടാകുന്ന ഒരു പദ്ധതിയാണിത്. കേരള കാർഷിക സർവകലാശാലയും കാർഷിക ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും ചേർന്ന് നടക്കുന്ന സമുന്നതമായൊരു പരിപാടിയാണിത്.
മാറ്റൊലി 13ന്റെ ഭാഗമായി യുവജനക്ഷേമ ബോർഡിന്റെ സഹായത്തോടെ നടത്തിയ ഹരിതാഭമി യൗവനം പരിപാടിയിൽ തെരഞ്ഞെടുത്ത 100 യുവ കർഷകർക്ക് പച്ചക്കറി തൈകൾ അടങ്ങിയ പോളി ബാഗുകൾ വിതരണം ചെയ്യുകയുണ്ടായി. കുറഞ്ഞ ചെലവിൽ ജൈവവളങ്ങളുടെ ഉൽപാദനം, തേങ്ങാവെള്ളത്തിൽ നിന്നും വിനാഗിരി ഉൽപാദനം തുടങ്ങി സ്ത്രീകൾക്കു വേണ്ടിയുള്ള വിവിധ പരിശീലന പരിപാടികളും കാർഷിക ശാസ്ത്രജ്ഞർ നയിച്ച നെൽകൃഷിയും ഭക്ഷ്യസുരക്ഷയും, കൃഷിയും കാലാവസ്ഥാ വ്യതിയാനവും, കന്നുകാലികളുടെ പരിചരണം, മത്സ്യകൃഷി എന്നിവയെക്കുറിച്ചുള്ള കാർഷിക സെമിനാറും ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകളും നടത്തുകയുണ്ടായി. ഇട്ടി അച്യുതൻ വൈദ്യരുടെ ജന്മനാട്ടുകാർക്ക് ഏറെ പരിചിതമെങ്കിലും ഫാമിൽ നിന്നുള്ള ഔഷധ സസ്യങ്ങളും ഏറെ ജനശ്രദ്ധ നേടി. വേലിപ്പരുത്തി, പാൽമുതക്, ദന്തപാല, നാഗദന്തി, ചിറ്റമൃത്, മൂവില, ശതാവരി, മെന്ത, സർപ്പഗന്ധി, ശംഖുപുഷ്പം, ചെറുതേക്ക്, ഉമ്മം, രാമച്ചം, വാദംകൊല്ലി, പച്ചോളി, അശോകത്തെറ്റി, ചങ്ങലം പരണ്ട, അയ്യപ്പന, ചെത്തിക്കൊടുവേലി എന്നിവ മേളയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചു. ഗ്രാമവാസ പരിപാടി കാർഷിക ബിരുദ വിദ്യാർത്ഥികളുടെ അവസാന വർഷ റാവയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നതാണ്. ഈ പരിപാടി കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമാകും എന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം ഈ പരിപാടിയുടെ ഭാഗമായി കർഷകർക്കായി സെമിനാറുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചു. ഈ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണ് സാമ്പിളിൻ്റെ പരിശോധനാ ഫലവും സമാപന ദിവസം പഞ്ചായത്തിന് സമർപ്പിക്കുന്നതാണ്. കൂടാതെ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനായുള്ള ഒരു രൂപരേഖയും തയ്യാറാക്കി കഴിഞ്ഞു. അതും ഈ സമാപന സമ്മേളനത്തിൽ വെച്ച് പഞ്ചായത്തിന് സമർപ്പിക്കുന്നതാണ്. മാറ്റൊലി 13ന്റെ ഭാഗമായി നടത്തിയ ഏറ്റവും സുപ്രധാനമായൊരു ചുവടുവയ്പ്പാണ് ചേർത്തല കടക്കരപ്പള്ളി പ്രദേശത്തെ മണ്ണിന്റെ ശാസ്ത്രീയ പരിശോധന. പഞ്ചായത്തിലെ 14 വാർഡുകളിൽ നിന്നും ശേഖരിച്ച 100 സാമ്പിളുകളും വെള്ളായണി കാർഷിക കോളേജിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം ലാബിൽ പരിശോധിക്കപ്പെടുകയും ആ പരിശോധനാ ഫലത്തിന്റെ വിശകലന റിപ്പോർട്ട് വിദ്യാർത്ഥികൾ പഞ്ചായത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ഇനി കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് മണ്ണറിഞ്ഞ് വളമെറിയാം. കാർഷിക കോളേജ് മൃത്തികാശാസ്ത്ര വിഭാഗത്തിൻ്റെ കീഴിൽ വിവിധ മണ്ണു സാമ്പിളുകൾ, ജൈവകൃഷിയിൽ അനുവദനീയമായ ജൈവവളങ്ങളുടെ സാമ്പിൾ, ബയോഗ്യാസ് പ്ലാന്റിൻ്റെ മാതൃക, മണ്ണിൻ്റെ അമ്ല ക്ഷാരാവസ്ഥകൾ ക്രമീകരിക്കുന്ന വസ്തുക്കൾ, വെർമി വാഷ് ശേഖരിക്കുന്ന വിധം, വെർമി കമ്പോസ്റ്റിൻ്റെ മാതൃക, ജൈവകൃഷിയുടെ പ്രാധാന്യം തുടങ്ങിയവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് മരിച്ചയിൽ നിന്നുള്ള ജൈവ കീടനാശിനികൾ, അവയുടെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കൃഷിയുടെ വിവിധ മുറകൾ എന്നിവയും മേളയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചു. മരിച്ചിനിയിൽ നിന്നെടുക്കുന്ന ഭക്ഷ്യ ഉപ ഉൽപ്പന്നങ്ങളായ ചൗവരി, മരിച്ചിനി മാക്കറോണി, മരിച്ചിനി റവ, മരിച്ചിനി മാവ്, കൊണ്ടാട്ടം തുടങ്ങിയവ മേളയിൽ പ്രദർശിപ്പിച്ചു. കർഷകർ ജൈവകൃഷിയിൽ ഇപ്പോൾ ഏറ്റവും ഉപയോഗപ്രദമായി പരീക്ഷിക്കുന്ന ജീവാണുവളങ്ങളായ ട്രൈക്കോഡെർമ, അസോസ്പൈറില്ലം, അസറ്റോബാക്ടർ, ബിവേറിയ, PGPR മിക്സ് തുടങ്ങിയവ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാർഷിക സർവകലാശാല വെള്ളായണി കാർഷിക കോളേജ് കീടശാസ്ത്ര വിഭാഗത്തിൻ്റെ സ്റ്റാളിൽ വിവിധ വിളകളുടെ കീടങ്ങളുടെ രൂപവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തെങ്ങിലെ കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, നെല്ലിലെ ചാഴി, മധുരക്കിഴങ്ങിലെ ചിത്രകീടം, മാവിലെ കായീച്ച, വാഴയിലെ മാണവണ്ട്, തടതുരപ്പൻ, മാവിൻ്റെ തടിതുരപ്പൻ,
പയറിലെ കായതുരപ്പൻ, ആമവണ്ടുകൾ, വെണ്ടയിലെ ചാഴി, ചീരയുടെ കൂടുകെട്ടിപ്പുഴു, വെള്ളരി വർഗത്തിൻ്റെ ചാഴി, പച്ചക്കറികളിലെ കായതുരപ്പൻ, മത്തൻ വണ്ടുകൾ, ഇലചുരുട്ടിപ്പുഴു, പയറിൻ്റെ ചാഴി എന്നിവ പ്രദർശിപ്പിച്ചിരുന്നു. കീടശാസ്ത്ര വിഭാഗത്തിനു കീഴിൽ തന്നെ എലികളെ നിയന്ത്രിക്കുന്ന വിവിധ മാർഗങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. കമ്പിവലപ്പെട്ടി, നെൽവയലുകളിൽ എലികളെ നിയന്ത്രിക്കുന്ന മങ്കൊമ്പ് കെണി, തടിക്കെണി, വിവിധ എലിവിഷങ്ങൾ എന്നിവയും പ്രദർശിപ്പിച്ചു. സസ്യരോഗശാസ്ത്ര വിഭാഗത്തിനു കീഴിൽ വിവിധ കുമിൾനാശിനികളും മേളയുടെ ഭാഗമായി കർഷകർക്കായി പ്രദർശിപ്പിച്ചു. കേരളത്തിൻ്റെ തനതായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള വിത്തിനങ്ങൾ, ഏകദേശം 100ഓളം വിത്തിനങ്ങളിൽ 25ഓളം വിത്തിനങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വയനാട്, അതുപോലെ തന്നെ കുട്ടനാട്, ബാക്കിയുള്ള സ്ഥലങ്ങൾ, പാലക്കാട്, ഈ ജില്ലകളിൽ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്തിരുന്ന വിത്തുകളുടെ ഒരു സാമ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാമ്പിളുകളെല്ലാം ഇപ്പോഴുള്ള കൃഷിക്കാർക്കോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാർഷിക വിദ്യാർത്ഥികൾക്കോ പുതുമയുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ഇതിൻ്റെ വിത്തിനങ്ങളും എല്ലാം ഇപ്പോൾ തന്നെ ആരും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഈ നാടൻ പശു ഇനങ്ങൾ, ചെറുവള്ളി, വെച്ചൂർ, ഈ 2 ഇനങ്ങളുടെയും ഒരു ഫോട്ടോ മാത്രമേ ഇവിടെ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. വെറും 2-3 കിലോ തീറ്റ മാത്രം ഇതിന് മതിയാകും. വളരെ ചെറിയ ചെലവിൽ തന്നെ ഇവയെല്ലാം നമുക്ക് പരിപാലിക്കാം. ഇപ്പോൾ വരുന്ന ഈ നമ്മുടെ ചെറു കൃഷിയിടങ്ങളും അതുപോലെ തന്നെ 2-3 സെൻറ്റ് നമുക്ക് കൃഷിയിടം ഉള്ള ആൾക്കാർക്ക് പോലും ഇവയെല്ലാം വളർത്താൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ഈ പശു പരിപാലനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ചെറുവള്ളിയും അതുപോലെ നമ്മുടെ വെച്ചൂർ ഇനങ്ങൾ, പശു ഇനങ്ങളുടെ ഒരു പ്രദർശനം, അത് ഫോട്ടോഗ്രാഫിയിലൂടെ അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം നമ്മൾ കർഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൃഷി ഉദ്യോഗസ്ഥർ കർഷകരുടെ കൃഷിയിടങ്ങൾ നേരിട്ട് സന്ദർശനം നടത്തി വിവിധ നൂതന സാങ്കേതിക ഉപദേശങ്ങൾ നൽകുക, കൂടാതെ മണ്ണ്, രോഗകീടങ്ങൾ എന്നിവ പരിശോധിക്കുകയും കാർഷിക വായ്പ, വില നിലവാരം, വിപണനം, കാലാവസ്ഥാ വ്യതിയാനം, കാർഷിക യന്ത്രങ്ങളുടെ ലഭ്യത, അവയുടെ റിപ്പയർ ജോലികൾ, കാർഷിക ക്ലിനിക്കുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും കർഷകർക്ക് ഏറെ ഗുണപ്രദമായിരുന്നു. കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തും കേരള കാർഷിക സർവകലാശാലയും വെള്ളായണി കാർഷിക കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമവാസ പരിപാടി കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുഴുവൻ സംഘാടനവും നടത്തിയിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ CDS, കുടുംബശ്രീ, നമ്മുടെ കൃഷി ഗ്രൂപ്പുകൾ, കൃഷിഭവൻ ഇവയുടെയൊക്കെ എല്ലാം സഹായത്തോടും സഹകരണത്തോടുകൂടിയാണ്. നമ്മുടെ കൃഷി ഗ്രൂപ്പുകളുടെയും അതുപോലെ പഞ്ചായത്തിൻ്റെയും ശക്തി, കാർഷിക മേഖലയിലുള്ള ശക്തമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഈ ക്യാമ്പ് ഇത്ര നന്നായിട്ട് ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയതും ഈ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയതും ഇത് നല്ലൊരു അനുഭവമാണ് ഈ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ഇവരുടെ തുടർ പ്രവർത്തനങ്ങൾക്കും നല്ലൊരു ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഗ്രാമവികസനം കർഷകരിലൂടെ എന്ന മാറ്റൊലി 13 കാർഷിക യന്ത്രങ്ങളായ മിനി മെതിയന്ത്രം, വളരെ ആയാസം കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കയറാൻ പറ്റുന്ന തരത്തിലുള്ള തെങ്ങുകയറ്റ യന്ത്രം, പുല്ല് ചെത്തുന്ന യന്ത്രം, തെങ്ങിൻ്റെയും വാഴകളുടെയും ഇടകളും ചീര നടാനും മറ്റും ഉപയോഗിക്കുന്ന ഗാർഡൻ ടില്ലർ, കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന മുളപ്പിച്ച നെൽവിത്തു വിതയ്ക്കുന്ന യന്ത്രം, കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വെള്ളം വറ്റിക്കാൻ ഉപയോഗിച്ചിരുന്ന പെട്ടിയും പറയും, കൃത്യമായി വരി അകലം ക്രമീകരിക്കപ്പെട്ട നെൽച്ചെടികളിൽ നിന്നും കളകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കോണോ വീഡർ, മണിക്കൂറിൽ 1 ഏക്കർ മുതൽ 2 ഏക്കർ വരെ ഞാറ് നടാവുന്ന ഞാറ് നടീൽ യന്ത്രം എന്നീ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും മേളയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഗ്രാമവാസ പരിപാടിയുടെ ഭാഗമായി നടന്ന കാർഷിക
ക്ലിനിക്കുകൾ, കാർഷിക സെമിനാറുകൾ, വിവിധ കാർഷിക മത്സരങ്ങൾ, മണ്ണ് പരിശോധനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവയൊക്കെ തന്നെയും ഓരോ ദിവസവും മാധ്യമങ്ങൾ വഴി കർഷകരിൽ എത്തിയിരുന്നു. പത്രങ്ങളുടെ കാര്യത്തിൽ ആലപ്പുഴ എഡിഷനിലാണ് കൂടുതൽ വാർത്തകൾ വന്നത്. റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകളിൽ ന്യൂസ് ഉണ്ടായിരുന്നു. ടെലിവിഷനിലും ദൂരദർശനിലെ കാർഷിക വാർത്തകളിൽ ഈ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന ബഹുജന പങ്കാളിത്തം വച്ച് നോക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ വഴിയൊക്കെ തന്നെയും കർഷകർ ഈ വിവരങ്ങൾ മനസ്സിലാക്കി ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലം അവർക്ക് ആർജിക്കുവാൻ കഴിഞ്ഞു. കാർഷിക കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗത്തിന്റെ കീഴിൽ വിവിധ കാലാവസ്ഥാ നിർണയ ഉപകരണങ്ങളായ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നതിനുള്ള ഡ്രൈ ബൾബ് തെർമോമീറ്റർ, ഒരു ദിവസത്തെ കൂടിയ താപനില രേഖപ്പെടുത്തുന്ന മാക്സിമം തെർമോമീറ്റർ, കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്ന മിനിമം തെർമോമീറ്റർ, കാറ്റിന്റെ വേഗത അളക്കുന്ന കപ്പ് അനിമോമീറ്റർ, കാറ്റിന്റെ ദിശ അറിയിക്കാനുള്ള ഉപകരണം, മഴയുടെ അളവ് രേഖപ്പെടുത്തുന്ന റെയിൻ ഗേജ് എന്നിവയുടെ പ്രദർശനവും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചു. ഞങ്ങളൊക്കെ കാർഷിക കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ കാച്ചിക്കുറുക്കിയെടുത്ത ഒരു പരിശീലന പരിപാടി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ 10-15 ദിവസം കൃഷി ഓഫീസിലും 10 പ്രോഗ്രസീവ് ഫാർമേഴ്സിൻ്റെ വീട് സെലക്ട് ചെയ്ത് കാർഷിക കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളെ അവിടെ അയക്കുകയും കൃഷിയും അനുബന്ധ കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രസീവ് ഫാർമർ ചെയ്യുന്ന അതെങ്ങനെയെന്ന് കണ്ടു പഠിച്ച് മനസ്സിലാക്കാൻ അവരോടൊപ്പം താമസിച്ച് പഠിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല വശങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ റാവേ പ്രോഗ്രാം, ഈ തീവ്ര പരിശീലന പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ എല്ലാ കാർഷിക സർവകലാശാലകളിലും ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു. വളരെ പ്രയോജനകരമാണെന്ന് ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിലും പരിശീലന പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടിയുള്ളപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനായി സെലക്ട് ചെയ്ത പഞ്ചായത്താണ് ഏറ്റവും അത്യുത്തമമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഹൈ റേഞ്ചസിലോ അല്ലെങ്കിൽ ഈ മിഡ്ലാൻഡ് റീജിയൻ, ഇപ്പോൾ അഥവാ നമ്മൾ മലനാട്ടിലോ ഇടനാട്ടിലോ ഉള്ള ഒരു ഗ്രാമമല്ല ഇത്. ഇത് തീരപ്രദേശത്ത് കാണുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും കൃഷി ആവാസ വ്യവസ്ഥയും ഉള്ള ഒരു സ്ഥലമാണ് സെലക്ട് ചെയ്തത്. കാർഷിക വിദ്യാർത്ഥികളുടെ സാന്നിധ്യവും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്കൊപ്പം വിവിധ കാർഷിക പരിശീലനങ്ങൾ, കാർഷിക ക്ലിനിക്കുകൾ, ഹൈടെക് കൃഷിരീതികൾ, സെമിനാറുകൾ, കാർഷിക പ്രദർശനങ്ങൾ എന്നിവ സംഘടിപ്പിക്കുക വഴി കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക വികസനത്തിനും അതുവഴി സമഗ്ര മുന്നേറ്റത്തിനും വഴിയൊരുക്കും എന്നതിൽ സംശയമില്ല.